നാടും നഗരവും ഒക്കെ തന്നെ ക്രിസ്മസ് ആഘോഷ രാവിലാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം എടപ്പാളിലാണ്. ഇവിടെ കർമ്മ സൈക്ലിംഗ് ക്ലബിന്റെ നേതൃത്വത്തിൽ സൈക്കിൾ റൈഡ് ചെയ്തുകൊണ്ടാണ് ഇവിടെ ഈ ക്രിസ്മസ് ആഘോഷിക്കുന്നത്. എടപ്പാളിൽ നിന്നും പിന്നെ കുന്നംകുളം വരെ 25 കിലോമീറ്റർ ആണ് ഇങ്ങനെ സൈക്കിൾ റൈഡ് ചെയ്തുകൊണ്ട് ആഘോഷമാക്കി വന്നത്. വലിയ ആഘോഷം തന്നെയാണല്ലേ? ഇങ്ങനെ റൈഡ് ചെയ്ത് പോവോ? ഓ ഷുവർ. ഞങ്ങള് കുന്നംകുളം വരെ റൈഡ് ചെയ്ത് പോകാനാണ് നമ്മൾ തീരുമാനിക്കുന്നത്. 30 കിലോമീറ്റർ റൈഡ് ചെയ്യുന്ന ആൾക്കാരാണ് ഇതിൽ ഒട്ടുമിക്ക റൈഡേഴ്സ്. എല്ലാവരും ക്രിസ്മസിന്റെ തലേ ദിവസം ഒരു വേറെ രീതിയിലുള്ള ആഘോഷമാണ് നടത്താറ്. ഞങ്ങൾ ഇപ്രാവശ്യം അതിൽ നിന്ന് വ്യത്യസ്തമായി ആരോഗ്യത്തോടെയുള്ള ഒരു ആഘോഷമാണ് ഞങ്ങൾ നടത്തുന്നത്. ഇത് നമ്മളുടെ മറ്റുള്ള തലമുറയും കണ്ട് പഠിക്കണം, പുതിയ ആൾക്കാർ ഇതിലേക്ക് വരണം. കർമ്മ എന്ന ക്ലബ്ബ് കേരളത്തിലെ നല്ലൊരു ക്ലബ്ബായി മാറാൻ എല്ലാവരും, ഞങ്ങളെ കൂടെയുള്ള ഈ എല്ലാവരും അതിന് തയ്യാറാണ്. അത്രയും സ്മാർട്ടായ ഈ രാത്രിയെയും ഞങ്ങൾ പകലാക്കി ഞങ്ങൾ യാത്ര തുടരുകയാണ്. ഞങ്ങൾ മലപ്പുറം ജില്ലയിൽ നിന്ന് തൃശ്ശൂർ ജില്ലയിലേക്കാണ് ഞങ്ങൾ സൈക്കിളായി യാത്ര ചെയ്യുന്നത്. സാധാരണ രീതിയിൽ ഞങ്ങൾ 6 മണി മുതൽ ഒരു 8 മണി 9 മണി വരെയാണ് യാത്ര ചെയ്യാറ്. ഇതിപ്പോൾ നേരെ തിരിച്ച് രാത്രി 9 മണി മുതൽ രാത്രി 12 മണി വരെയാണ് ഞങ്ങൾ യാത്ര പ്ലാൻ ചെയ്യുന്നത്. അത് എല്ലാവരും വളരെയധികം എക്സൈറ്റഡ് ആണ് ഇത്രയും നല്ലൊരു യാത്ര പ്ലാൻ ചെയ്യുന്നതിൽ. ഒന്നുകൂടെ ഹാപ്പി ക്രിസ്മസ് പറഞ്ഞാലോ? തീർച്ചയായിട്ടും ഹാപ്പി ക്രിസ്മസ്. ഏതായാലും വലിയ ആഘോഷമാക്കി മാറ്റുകയാണ്. ഒരു സാന്താക്ലോസിന്റെ വസ്ത്രം അണിഞ്ഞിട്ടുണ്ട്, ഒപ്പം തന്നെ സൈക്കിൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ തീർത്തും വലിയ ആഘോഷമാക്കി ഈ രാത്രി അവർ ഗംഭീരമാക്കി മാറ്റുകയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. എടപ്പാളും പരിസര പ്രദേശങ്ങളും, മലപ്പുറം ജില്ല, തൃശ്ശൂർ ജില്ല, പാലക്കാട് ജില്ല എന്നീ 3 ജില്ലകളിലെ റൈഡേഴ്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ കർമ്മ എന്ന ഒരു സൈക്ലിംഗ് കൂട്ടായ്മ, അതിൻ്റെ ഉദ്ദേശം തന്നെ യുവാക്കളിൽ നിന്നും ലഹരിയിൽ നിന്നും എല്ലാവരും വിമുക്തി നേടുക, ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും നമ്മൾ മുക്തി പ്രാപിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അടുത്തതായി 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ നമ്മുടെ ക്ലബിലേക്ക് അട്രാക്ട് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. 2 വാക്ക് സംസാരിക്കുന്നതിനായി നമ്മുടെ ജാവിദ് സാറേയും എസ് ഐ സാറേയും ക്ഷണിക്കും. നമസ്കാരം. ഇത് കൂടുതൽ സംസാരിക്കാനൊന്നും എനിക്കറിയില്ല, എന്നാലും പറയുകയാണ്. ഞാൻ വന്നപ്പോൾ ആദ്യം കണ്ടത് ഹെൽമെറ്റാണ്. ഈ ഹെൽമെറ്റ് കാണുമ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് പോയത് എൻ്റെ മകൻ റോളർ സ്കേറ്റിങ്ങിൻ്റെ നാഷണൽ ഫെയറാണ്. അവൻ സ്ഥിരം വീട്ടിൽ കൊണ്ടുവരുന്നതും കൊണ്ടുപോകുന്നതുമായിട്ടുള്ളൊരു സാധനമാണ്. പക്ഷേ ഇത് വലിയൊരു സംഭവമാണ്. എൻ്റെ പിന്നിൽ കാണുന്ന ഇത് സൈക്ലിംഗ് ഒരു വലിയൊരു സംഭവം. ഞാനത് മനസ്സിലാക്കണം. കാരണം എൻ്റെ മകൻ അവൻ്റെ ഞാൻ വാങ്ങിക്കൊടുത്ത ഒരു 40,000 രൂപയുടെ ഒരു സൈക്കിളുണ്ട്. അതുമായിട്ട്
അവൻ തിരൂരിൽ നിന്ന് യാത്ര ചെയ്തിരുന്നു എറണാകുളം വരെ. അവൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. അവൻ പോയി തിരിച്ചു വരാൻ വേണ്ടിയിട്ട് വേണ്ട സൗകര്യമൊക്കെ ചെയ്തു കൊടുത്തു. അതിനുശേഷം തിരുവനന്തപുരം പോകണമെന്ന് പറഞ്ഞു. അവൻ തിരുവനന്തപുരം പോയി തിരിച്ചു വന്നു. ഒറ്റയ്ക്കേ ഉള്ളൂ കേട്ടോ, വേറെ ടീമിൻ്റെ ഇതിലൊന്നല്ല പോയത്. അപ്പോൾ എനിക്ക് അതൊരു ഇൻസ്പിറേഷനാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് സൈക്ലിങ് എനിക്ക് വലിയൊരു താല്പര്യമുള്ള സംഭവമാണ്. ഈ എല്ലാ അച്ഛൻ്റെയും കുഴപ്പം എന്താ അറിയുമോ, എനിക്ക് ചെയ്യാൻ പറ്റാത്തത് മകനെ കൊണ്ട് ചെയ്യിക്കണമെന്നുള്ളൊരു താല്പര്യം. അതിൽ മകനെ കൊണ്ട് വിജയിച്ച് ഒരുത്തരാണ് ഞാൻ. വേറെ കൂടുതലൊന്നും പറയാനില്ല. ഇടയ്ക്ക് നമ്മുടെ സുഹൃത്ത് വന്ന് പറഞ്ഞ് ചെറിയൊരു പ്രശ്നമുണ്ടെന്ന്. അപ്പോൾ ഞാനത് നോക്കട്ടെ. എല്ലാവർക്കും നമസ്കാരം. കർമ്മ ക്ലബിൻ്റെ ഐ തിങ്ക് ഇതൊരു ഫസ്റ്റ് വെഞ്ചറാന്ന് തോന്നുന്നു, ഒരു മേജർ വെഞ്ചറാന്ന് തോന്നുന്നു. അല്ല അങ്ങനെയല്ലേ? എല്ലാ ഭാവങ്ങളും നേരുന്നു. എന്നെ ക്ഷണിച്ചതിന് വളരെയധികം നന്ദി. ഞാൻ ചെറിയ സൈക്ലിസ്റ്റാണ്, ചില ട്രിപ്പുകളൊക്കെ പോയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഡ്യൂട്ടി ആയ വേണ്ടി ഇറങ്ങിയില്ല, അല്ലെങ്കിൽ ഞാൻ ചേർന്നതാണ്. ഞാൻ മെമ്പറാകാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ തന്നെയാണ്. ഈ ക്ലബിൽ ഡെഫിനറ്റ്ലി ചേരുന്നതാണ്. പിന്നെ ഇത്തരണത്തിൽ എൻ്റെ ഫ്രണ്ട് റിയാസ് ഉണ്ടായിരുന്നെങ്കിൽ ശരിക്കും മൂപ്പര് ഇതിന് മുന്നുണ്ടായിരുന്നതന്നെ ഡെഫിനറ്റ്ലി റൈഡിനും വന്നേനെ. ഇവർ പോയപ്പിനെ കുറച്ച് ഞങ്ങളൊക്കെ ഒരു ലാഗ് പിരിച്ച് നിൽക്കുകയാണ്. ഒരു മാസമായിട്ട് 2 മാസമായിട്ട് ഇങ്ങനെ കാര്യമായ റൈഡൊന്നുമില്ല, വലിയ പ്ലാനിങ് ഒന്നും ഇപ്പം നടത്താറില്ല റിയാസിൻ്റെ അഭാവമാണ്. ഞങ്ങൾ ഏതായാലും നല്ലൊരു വെഞ്ചറാണ്. അപ്പാർട്ട് ഫ്രം സൈക്ലിംഗ് മറ്റുള്ള ഈ പറഞ്ഞ പോലെ ഇത് ലഹരി വിരുദ്ധ ക്യാമ്പയിനും ഒക്കെ ഉള്ളത് വളരെ നല്ല കാര്യം തന്നെയാണ്. കീപ് റൈഡിങ് ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ ദ കർമ്മ ക്ലബ്. ഇങ്ങനെ ഈ ക്ലബ്ബ് ഇത്രയും പെട്ടെന്ന് ഫോം ചെയ്യാനുള്ള ഒരു പ്രധാന കാരണം എല്ലാവരും കർമ്മയിലാണ് ഒത്തുകൂടാറ്. എല്ലാവരെയും ഒരുമിച്ച് ഇത്തരമൊരു കൂട്ടായ്മ ഇത്രയും വേഗത്തിൽ ഉണ്ടാക്കാൻ അതിൻ്റെ ബാക്ക് ബോണായിട്ട് ഞങ്ങളുടെ ഇടയിലുള്ള ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം എപ്പോഴും മാറി നിന്നാണ് അദ്ദേഹം പ്രവർത്തിക്കുക. ഒരുപാട് ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്ന നമ്മുടെ സന്ദേശ്, ഞങ്ങളുടെ എല്ലാം ഒരു ഹീറോ ആണ്. അദ്ദേഹം ഒരു 2 വാക്ക്. ഞാൻ ഈ സൈക്ലിംഗ് തുടങ്ങിയിട്ടൊന്നും അങ്ങനെ വലിയൊരു സന്ദേശമാണ്. അനുഭവ ക്ലബിൻ്റെ സെക്രട്ടറി ഇതിൽ ചെറിയ സ്ഥാനം വഹിക്കുന്നുണ്ട്. ഞാൻ ഈ സൈക്ലിങ്ങിലേക്ക് വന്നിട്ട് കഷ്ടി 1 വർഷമായിട്ടുള്ളൂ. എൻ്റെ ചുറ്റും നിൽക്കുന്ന എല്ലാവരും 4, 5, 10 വർഷത്തോളം ആയിട്ട് സൈക്ലിംഗ് ചെയ്യുന്ന ആളുകൾ. അതുപോലെ തന്നെ ഈ സൈക്ലിംഗ് ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. ഞാൻ എൻ്റെ വീഡിയോ പറഞ്ഞാൽ കർമ്മയുടെ ഞാൻ സ്ഥിരം ഇറങ്ങുമ്പോൾ അവിടെ കാണുന്ന അങ്ങനെ എല്ലാവരും പരിചയപ്പെട്ടു വന്നു. എല്ലാവരും അങ്ങനെ ഒരു അൺഓർഗനൈസ്ഡ് ആയിട്ടാണ് ഡെയിലി റൈഡിങ്ങും കാര്യങ്ങളൊക്കെ എല്ലാവരും വരും. അവിടെ നമ്മൾ 1-2 ചായകളിൽ ഒത്തുകൂടും. അതൊരു ഓർഗനൈസ്ഡ് ആയിട്ട് നല്ലൊരു ടീമായിട്ട് നമുക്ക് നല്ലൊരു ഭാവിക്ക് വേണ്ടി അല്ലെങ്കിൽ നല്ലൊരു നാളേക്ക് വേണ്ടി, പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ പോലെ ഇനി വരുന്ന ചെറുപ്പം പിള്ളേരും കൂടി അട്രാക്ട് ചെയ്തിട്ട് മറ്റു ലഹരി അങ്ങനത്തെ കാര്യങ്ങളൊന്നും അതിലേക്ക് തിരിയാണ്ട് നല്ലൊരു ആരോഗ്യപരമായ ജീവിതത്തിലേക്ക് അവരെ നയിക്കാൻ വേണ്ടി ഒരു മാതൃക ആവുക എന്നുള്ളൊരു കാഴ്ചപ്പാടും കൂടിയാണ് ഈ ഒരു ക്ലബ് രൂപീകരിക്കലും കാര്യങ്ങളൊക്കെ ചെയ്തത്. പക്ഷേ ഇതോടൊപ്പം ഈ പറഞ്ഞ എല്ലാവരും വളരെ സപ്പോർട്ടീവ് ആയതുകൊണ്ടാണ് നമുക്ക് ഇത്രയും പെട്ടെന്ന് തന്നെ ക്ലബ് രൂപീകരണം ഇങ്ങനത്തെ പ്രോഗ്രാമുകളൊക്കെ കണ്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് സഹകരിച്ച എല്ലാ മെമ്പേഴ്സിനോടും അതുപോലെ നമ്മളെ ക്ഷണം സ്വീകരിച്ചു വന്ന അതിനോടും നന്ദി രേഖപ്പെടുത്തുന്നു.